എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ക്യാമറ ആരോ കണ്ണു വെച്ചു, അത്ര വെട്ടം തോന്നിക്കുന്നില്ല. എന്തോ പറ്റി, സാരമില്ല. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ്. അത്ര വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ് കണ്ടാലോ? അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നൂഡിൽസ് ആക്കാമെന്ന് കരുതി കേട്ടോ. നല്ല ചൂട്. ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണ്ണീറ്റപ്പോൾ എനിക്ക് എന്താ പറയുക, പെട്ടെന്ന് നൂഡിൽസ് കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ താണ്ടെ ഒരു സൂപ്പ് പോലെ ഇച്ചിരി എന്താ പറയുക വെള്ളമായിട്ട് എടുക്കാമെന്ന് വെച്ചു. ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല ഇത് കഴിക്കുന്നത്, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ ഇതിന് അഡിക്റ്റഡ് ആണ്. ഏട്ടൻ ക്യാൻറ്റീനിൽ പോയിട്ട് വന്നപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നൂഡിൽസ് വേണം, വാങ്ങിയിട്ട് വരുമെന്ന്. അപ്പം ക്യാൻറ്റീനിൽ പോയിട്ട് വന്നപ്പം നൂഡിൽസ് കൊണ്ടുവന്നെയാണിത്. ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ എനിക്ക് നല്ല പനിയാണെന്ന്. ഒന്നും ചെയ്യാനേ ഒക്കുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പറയുക, തൊണ്ടവേദനയൊക്കെ കാരണം പനിയായി, കഫം ഇളകി വരുന്നുണ്ട്. അപ്പം കാണിച്ചില്ലേ ചൂട് മാഗി, അപ്പം നല്ല ചൂടുണ്ട്. അപ്പം അതൊന്ന് കഴിക്കാന്ന് വെച്ചു. ഞാനങ്ങനെ എന്താ പറയാ, ഞാനിപ്പോൾ ഫുഡ് അങ്ങനെ അധികം കഴിക്കുന്നേ ഇല്ല. എനിക്ക് ചോറൊന്നും വേണ്ട. അപ്പം കഴിക്കുന്ന എന്താ വെച്ചാൽ അത് കഴിക്കട്ടെ എന്ന് കരുതിയിട്ടാ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന കേട്ടോ. പനി വന്നാണ്ടല്ലോ നമുക്ക് വായിക്കുന്ന രുചി കാണത്തില്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നിനും ടേസ്റ്റ് കാണത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ, ചിലപ്പോൾ കഞ്ഞിയാ ഇഷ്ടപ്പെട്ടെങ്കിൽ കഞ്ഞി കഴിക്കുക, നൂഡിൽസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കഴിക്കുക. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പം എനിക്കിങ്ങനെ ഇതുണ്ടല്ലോ, എനിക്കിങ്ങനെ ഒരുപാട് വറ്റിച്ച് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല. കുറച്ച് വെള്ളമായിട്ട് എടുക്കണം. എന്നിട്ട് ഇത് കണ്ടോ, ഇത് സൈഡിൽ കണ്ടോ, കുറച്ച് വെള്ളമായിട്ട് കിട്ടണം. അത് നല്ല സൂപ്പ് പോലെ നല്ല ടേസ്റ്റ്. പിന്നെ വേറെന്താ പറയാനുള്ള, ഇനിയിപ്പോൾ എനിക്ക് ഒന്ന് കുളിക്കണം. കുളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കിടന്നുറങ്ങുമായിരുന്നു എന്ന്. അങ്ങനെ അങ്ങ് കിടന്നുറങ്ങിയൊന്നുമില്ല. അരമണിക്കൂറോളം ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു. അരമണിക്കൂറോളം, അതിൽ കൂടുതലൊന്നും ഉറങ്ങത്തില്ല. അപ്പം ഞാൻ എണ്ണീറ്റു. സന്ധ്യയായി, ചിലപ്പോൾ 6:30 ആയി എന്നൊക്കെ കരുതിയിട്ട് അങ്ങ് എണ്ണീറ്റു. പക്ഷെ 6:30 ആയില്ലായിരുന്നു, 4:45 ഉള്ളായിരുന്നു. അപ്പം ഞാൻ എണ്ണീറ്റ് കാപ്പി ഉണ്ടാക്കി. കാപ്പി എന്താ പറയുക, രാവിലെ ഏട്ടന് കാപ്പി ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ഞാൻ കാപ്പി രാവിലെ കുടിച്ചിട്ടില്ല. അപ്പോൾ അതിൽ ഏട്ടന് ഒരുപാട് പഞ്ചസാര വേണം, എനിക്ക് ഒരുപാട് പഞ്ചസാര വേണ്ട. ഏട്ടൻ ഒരുപാട് പഞ്ചസാര കഴിക്കും ഓവറായിട്ട്. ഏട്ടന് നല്ല വേണം. എൻ്റെ അടുത്ത് പറയും എനിക്ക് ഷുഗറിൻ്റെ അസുഖമൊന്നുമില്ല, നീ എനിക്ക് മധുരം കൂട്ടിയിട്ട് തരണം. ഇന്നത്തെ കാപ്പി അനത്തിയത് നല്ല മധുരമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. ഇന്ന് വൈകിട്ട് എന്താ പറയുക, എൻ്റെ ബാക്കി രാവിലെ ഇട്ട കാപ്പിയുടെ ബാക്കി ഉണ്ടായിരുന്നു, അത് ചൂടാക്കിയിട്ട് ഞാൻ കുടിച്ചു. കുറച്ചേ കുടിച്ചുള്ളൂ, ഇത് കുടിക്കാൻ ഒക്കത്തില്ല. എനിക്ക് മധുരം എന്ന് പറയുന്ന സാധനം ഒരുപാട് അങ്ങനെ ഇഷ്ടമല്ല, മധുരമൊന്നും അത്ര ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള എരിയുള്ള ഫുഡൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ തണുപ്പത്ത് ഇങ്ങനെ എന്താ പറയുക, ഈ മാഗിയുടെ മസാലയിലില്ലേ സൂപ്പർ ടേസ്റ്റാ. നല്ല ഒരു കുരുമുളകിൻ്റെ ഒക്കെ ഒരു രുചിയാ. കുരുമുളകാണോ എന്തോ നല്ല എരിയും ഒക്കെ നല്ല അടിപൊളിയാ. അപ്പം ഇതൊന്ന് മുഴുവനായിട്ട് കഴിച്ചു തീർക്കണം, ഒന്ന് കുളിക്കണം. ഏട്ടൻ ഇവിടെ ഇല്ല. അപ്പം എനിക്ക് എന്തോ ഹീറ്റർ ഓണാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതായത് ഭയങ്കര ഹൈറ്റിൽ അതിൻ്റെ സ്വിച്ച് വെച്ചേക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കഴിയണം, ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് കുറച്ച് പണികളുണ്ട് ഇനിയും. ഏട്ടൻ ഇപ്പം നൈറ്റ് വരും കേട്ടോ. അപ്പം ഫുഡൊക്കെ കൊടുക്കണം. തണുപ്പായോണ്ട് ഏട്ടനും എന്താ പറയുക തൊണ്ടവേദനയൊക്കെ ആയോണ്ടേ എൻ്റെ ഈ കോലം കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, എന്താ പറയുക ഒട്ടും ഓക്കെ അല്ല. പനി വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ അല്ല ഞാൻ കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, തണുപ്പൊന്നും മാറാതെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാലേ അവിടെ കുട്ടികളുടെയൊക്കെ ബഹളം കാണും. കുട്ടികൾ എന്താ കളിക്കുന്നേയും എന്താ
അപ്പുറത്തെ ദീദിമാരൊക്കെ എന്താ പറയാ തൂക്കുന്നേയും വാരുന്നേയും പണിയായിരിക്കും വൈകുന്നേരമൊക്കെ. അവർക്കൊക്കെ കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്, സ്കൂളിലൊക്കെ വിടുന്ന പ്രായത്തിലേ. ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഞാനിങ്ങനെ കഴിച്ചപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചില്ല നിങ്ങൾക്ക് വേണമെന്ന്. നിങ്ങൾക്ക് ഇതാണ്ട, ഇത് നിങ്ങൾക്കുള്ളതാട്ടോ. നിങ്ങളെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാനും കഴിച്ചു. നിങ്ങൾക്ക് പകരം ഞാൻ കഴിച്ചു. ഓക്കെ, ആർക്കും തന്നില്ലെന്നുള്ള എന്താ വിഷമോ പരാതിയൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ, നല്ല ടേസ്റ്റാ. ബാൽക്കണിയില് തുണി ഞാൻ അലക്കിയിട്ട് ഉണക്കാനിട്ടതാട്ടോ, അത് എടുക്കണം. ഇല്ലെങ്കിൽ മഞ്ഞത്ത് കിടന്ന് വീണ്ടും വീണ്ടും അത് അങ്ങനെ 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 ഇങ്ങനെ കിടക്കും. അകത്തിട്ടാ കുറച്ചൊന്ന് ചൂടടിച്ചിട്ട് ഒന്ന് ഇച്ചിരി ഇതായി കിട്ടും. പിന്നെ രാവിലെ വെയിൽ വരുമ്പോൾ വീണ്ടും എടുത്തിട്ടാൽ മതി. അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഉണങ്ങിയിട്ടൊന്നുമില്ല. രാവിലെ ഒരു 1 മണിക്കൂർ എങ്ങാണ്ട് വെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ആ വെയില് പോയി, തണുപ്പായി. കാറ്റടിക്കുന്ന വരെ നല്ല തണുപ്പായി. എനിക്ക് കാറ്റടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്റെ ചെവി എന്താ ഭയങ്കരമായിട്ടങ്ങ് വേദനയാ. ചെവി വേദന, തലവേദന, തൊണ്ടവേദന. ഈ മൂക്കിലുണ്ടല്ലോ ആ സാധനം എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ടിരിക്കുക. കട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് വരത്തില്ല തണുപ്പടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാനുണ്ടല്ലോ പുറത്തിറങ്ങിയാലും ഈ ഒരു തൊപ്പി അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടാണ്, ചിലപ്പോൾ കെട്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഹീറ്റർ ഓണാക്കി വെച്ചേക്കുന്നോണ്ടാണ് ഇപ്പൊ ഇങ്ങനൊന്നും ഇരിക്കാത്ത. ഹീറ്റർ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി അത്യാവശ്യം ചൂട് കിട്ടും. പിന്നെ വേറെന്താ, അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് ബാക്കി പണി നോക്കട്ടെ. ബൈ. അപ്പൊ എന്താ വെച്ചാ എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് ഞാൻ തുണിയൊക്കെ വിരിച്ചിടുന്നത്. അപ്പം തുണിയൊക്കെ ഉണക്കാനായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. ഇത് എടുക്കണം. പിന്നെ ലഞ്ചല്ല, ഡിന്നർ പ്രിപ്പറേഷൻ ചെയ്യണം. ചോറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചമ്മന്തി ആക്കണം, അച്ചാറാക്കണം, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആക്കണം, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചീരയുണ്ട്, പിന്നെ ഒരു മുട്ട ഓംലേറ്റും കൂടെ അടിക്കണം. അപ്പം നമ്മുടെ പണി കഴിഞ്ഞു. ഇനിയും തുണിയെല്ലാം കൂടെ അകത്തുകൊണ്ടിട്ടിട്ട് നമ്മുടെ പണിയിലേക്ക് പോകാം. ഇതിലേക്കൂടെ ആളുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവരെന്നെ നോക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു ഇങ്ങനെ ഇതൊക്കെ പിടിച്ചിരിക്കുമ്പോഴേ, ട്രൈപ്പോഡൊക്കെ പിടിച്ചിരിക്കുമ്പം, ട്രൈപ്പോഡല്ല സെൽഫി സ്റ്റിക്ക് കം ട്രൈപ്പോഡാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതൊക്കെ പിടിച്ചിരിക്കുമ്പം ചിലപ്പം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക കിച്ചണിലേക്ക് വന്നു. തണുപ്പ് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കിച്ചൺ വർക്കും വാഷിങ്ങും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്താ പറയാ, പിന്നെ ഇവിടെ നിൽക്കണ്ടല്ലോ, ഇവിടെ ഭയങ്കര തണുപ്പാ. അടുക്കളയിലും ഹാളിലും നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തണുപ്പ്. പിന്നെന്താ, പെട്ടെന്ന് തന്നെ പണികളൊക്കെ ഒതുക്കട്ടെ. ഞാൻ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രാത്രി ഇത്രയും മതി, 2 പേരല്ലേ ഉള്ളൂ. അപ്പം ഈ വെണ്ടയ്ക്ക ഇല്ലേ, ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. വെണ്ടയ്ക്ക ഉണ്ടാക്കുമ്പോൾ നീളത്തിന്, അതായത് കട്ട് ചെയ്തിട്ട് നീളത്തിന് അരിഞ്ഞിട്ട് ഉണ്ടാക്കാൻ നോക്കണം. ഈ നീളത്തിൽ അരിഞ്ഞുണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. വട്ടത്തിൽ അരിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതിന് അത്ര ടേസ്റ്റ് ഒന്നും കാണത്തില്ല. അപ്പൊ നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് ഒരു സവാള ഇട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ട്, മുളക് പൊടി ഒന്നും ഉണ്ടാ, പച്ചമുളക് ഇട്ടിട്ട് കീറി ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പൊ എന്താ, വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തി കട്ട് ചെയ്തിട്ട് പച്ചമുളകും ചേർത്ത് ഉപ്പും ഇട്ട് നമ്മൾ എന്താ പറയുക ഗ്യാസിലോട്ട് ആക്കിയാൽ മതി. അപ്പം ഇങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പം ദാ എൻ്റെ കട്ടിങ് പരിപാടി കഴിഞ്ഞു. അത് ഞാൻ വീഡിയോയിൽ ഇൻവോൾവ് ചെയ്യാത്തത് വെറുതെ എന്തിനാ ആക്കുന്നേ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. കട്ട് ചെയ്യുന്നതൊന്നും കാണിച്ചില്ല, പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞ ഇതാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പക്ഷെ അടിപൊളിയാട്ടോ. ഈ ഒരു പരുവത്തിൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആക്കി എടുത്താൽ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പം ഇത്രയും കുറച്ച് മതി.
ഞാൻ ചിലപ്പോൾ രാത്രിയിൽ കഞ്ഞിയായിരിക്കും, ഈ കറിയൊന്നും എനിക്ക് അങ്ങനെ വേണ്ട. അപ്പം എന്തിനാ എല്ലാം കൂടെ വെച്ചിട്ട് കളയുന്നേ? അപ്പം ഇത് ഏട്ടന് വേണ്ടി മാത്രം മതിയല്ലോ. എനിക്കങ്ങ് തോന്നുമ്പോൾ കഞ്ഞിയാക്കും, ഇല്ലെങ്കിൽ ചമ്മന്തിയും എന്താ പറയുക അച്ചാറും കൂട്ടിയിട്ട് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ വലിയ എനിക്ക് കറി ഒരുപാട് വേണം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താ കറിയൊന്നും എനിക്ക് ഒരുപാടൊന്നും വേണ്ട, ചമ്മന്തിയും അച്ചാറും മാത്രം മതി, എന്നാലും ഞാൻ കഴിക്കും. അപ്പം എന്താ ഇനി എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആക്കി, ചമ്മന്തി ആക്കി, വിളക്ക് വെച്ചു. അതൊന്നും ഞാൻ കാണിച്ചില്ല, എല്ലാം പെട്ടെന്നായതുകൊണ്ട് 6:22 ആയപ്പോഴത്തേനും എൻ്റെ എല്ലാ പണിയും കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു. പാത്രം എല്ലാം കഴുകി വെച്ചു, വിളക്കൊക്കെ വെച്ചു. പിന്നെന്താ, ബാൽക്കണി പോയി നിൽക്കണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പാണ്. പാത്രമൊക്കെ കഴുകി വന്നപ്പം കൈയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് തണുത്ത് മരവിച്ചിരിക്കുക. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പുറത്തോട്ട് ഒന്ന് ഇറങ്ങി ബാൽക്കണി പോയി നിൽക്കണം. എന്താ വെച്ചാൽ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഹിന്ദിയെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പം എനിക്ക് കുറച്ച് കേട്ടിട്ട് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാണ്. അപ്പം എനിക്ക് ഭാഷ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭാഷ പഠിക്കണം ഭയങ്കര ആഗ്രഹം. ഭാഷ പഠിക്കാൻ, അതായത് ഹിന്ദി സംസാരിക്കാൻ പഠിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം അത് സംസാരിക്കുന്നത് കേട്ടാണല്ലേ പഠിക്കുന്നത്. അപ്പം ബാൽക്കണിയിൽ പോയി നിൽക്കണം. അവർക്ക് എന്താ പറയുന്നത് കേട്ട് ശ്രദ്ധിച്ചിട്ട് ഒന്നും മനസ്സിലാകത്തൊന്നുമില്ല, എന്നാലും അത് ചുമ്മാ പോയി ബാൽക്കണി നിൽക്കണം. പിന്നെ വേറെന്താ, ഏട്ടൻ 7:30 ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓംലേറ്റ് അന്നേരത്തേനാക്കിയാൽ മതി, ചൂടോടുകൂടി കഴിക്കാനാണെങ്കിൽ പെട്ടെന്നാവുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാന്ന് വെച്ചു. വരുമ്പം ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ വേറെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ബാൽക്കണി വന്ന് നിൽക്കുമെന്ന് കുറച്ച് നേരം. അപ്പം ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഭാഷ പഠിക്കണമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അടുത്ത ക്വാർട്ടേഴ്സിലുള്ള ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും അറിയില്ലല്ലോ. നിങ്ങൾക്ക് കേൾക്കാവോ ബഹളം? എന്ത് ഭാഷയാണെന്ന് അറിയത്തില്ല. ചിലവർ തെലുങ്കൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കാം. ചുപ്പു, പിന്നെന്താ വണ്ടി, പിന്നെന്താ വേറെ 2-3 വാക്കൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ. പിന്നെ ഇവിടെ അധികം നേരം എനിക്ക് നിൽക്കാൻ ഒക്കത്തില്ല. കാര്യം എന്താ വെച്ചാൽ ഭയങ്കര തണുപ്പാണ്, തണുത്ത കാറ്റാണ് അടിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എൻ്റെ ചെവിയിൽ തണുത്ത കാറ്റ് കയറിയിട്ട് ചെവി വേദന എടുക്കും. അപ്പം ഞാൻ അകത്ത് പോവാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.